ഓക്കെ, ഇനി നമുക്ക് ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫങ്ഷൻസിൻ്റെ കുറച്ച് പോയിൻറ്റ്സ് നോക്കാം. ഈ ടോപ്പിക്കിൽ മെയിനായിട്ട് നമുക്ക് കുറച്ച് പോയിൻറ്റ്സുകളെ പഠിക്കുന്നുള്ളൂ. ഒന്ന്, ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ്റെ ഡൊമെയിനും റേഞ്ചുമാണ്. അപ്പോൾ ഇതാണ് അതിൻ്റെ 6 ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷനും അതിൻ്റെ ഡൊമെയിനും അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള റേഞ്ചും. ഇത് കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. ഇത് വെച്ചിട്ട് സ്ഥിരമായിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. മെയിനായിട്ട് ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. കുറച്ച് റിസൾട്ടുകൾ മാത്രമേ നമുക്ക് ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷനിൽ പഠിക്കാനുള്ളൂ. സൈൻ ഇൻവേഴ്സ് എക്സിൻ്റെ ഡൊമെയിന് ക്ലോസ് ഇന്റർവൽ -1 ഇവിടെ ഒബ്സർവ് ചെയ്താൽ നമുക്ക് മനസ്സിലാവും. ഈ സൈൻ ഇൻവേഴ്സ് എക്സിൻ്റെയും കോസ് ഇൻവേഴ്സ് എക്സിൻ്റെയും ഡൊമെയിൻ സെയിം ആണ്. ടാൻ ഇൻവേഴ്സ് എക്സ് ആൻഡ് കോട്ട് ഇൻവേഴ്സ് എക്സ് ഡൊമെയിൻ സെയിം ആണ്. കൊസീക്ക് ഇൻവേഴ്സ് എക്സ് ആൻഡ് സീക്ക് ഇൻവേഴ്സ് എക്സിൻ്റെ ഡൊമെയിൻ സെയിം ആണ്. അപ്പോൾ അതൊരു ഗ്രൂപ്പായിട്ട് പഠിക്കുന്നത് നല്ലതാണ്. അതേപോലെ ഞാൻ അടുത്തത് റേഞ്ച് പഠിക്കുന്ന സമയത്ത് സൈൻ ഇൻവേഴ്സ് എക്സിൻ്റെ റേഞ്ച് ഉണ്ടെങ്കിൽ നമുക്ക് അതിൽ നിന്നും ടാൻ ഇൻവേഴ്സ് എക്സിൻ്റെ റേഞ്ചും അതേപോലെ കൊസീക്ക് ഇൻവേഴ്സ് എക്സിൻ്റെ റേഞ്ചും നമുക്ക് പറയാൻ പറ്റും. എങ്ങനെയാണെന്ന് വെച്ചാൽ സൈൻ ഇൻവേഴ്സ് എക്സിൻ്റെ റേഞ്ച് ക്ലോസ്ഡ് ഇൻ്റർവൽ -π/2 π/2 ആണെങ്കിൽ അത് ഓപ്പൺ ഇൻ്റർവലാക്കിയാൽ ടാൻ ഇൻവേഴ്സ് എക്സ് കിട്ടും. ഈ പറയുന്ന സൈൻ ഇൻവേഴ്സ് എക്സിൻ്റെ റേഞ്ചിൽ നിന്ന് അതിൻ്റെ മിഡ് പോയിൻറ്റ് 0 ആണ്. 0 കളഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കൊസീക്ക് ഇൻവേഴ്സ് എക്സിൻ്റെ റേഞ്ച് കിട്ടും. സിമിലർലി ഇതേപോലെ നമുക്ക് അടുത്തതിൻ്റെ റേഞ്ച് കണ്ടുപിടിക്കാൻ പറ്റും. ഇപ്പോൾ കോസ് ഇൻവേഴ്സ് എക്സിൻ്റെ റേഞ്ച് എന്ന് പറഞ്ഞാൽ 0π ആണ്. അപ്പോൾ ബാക്കി വരുന്നത് കോട്ട് ഇൻവേഴ്സ് എക്സും ഉണ്ട്, അതേപോലെ സീക്ക് ഇൻവേഴ്സ് എക്സും ഉണ്ട്. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ ഒബ്സർവ് ചെയ്യുക. ഈ കോസ് ഇൻവേഴ്സ് എക്സിൻ്റെ റേഞ്ചിന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കോട്ട് ഇൻവേഴ്സ് എക്സിൻ്റെ റേഞ്ച് കിട്ടും. കോട്ട് ഇൻവേഴ്സ് എക്സിൻ്റെ റേഞ്ച് കിട്ടും. ഇനി ഈ പറയുന്ന 0πൻ്റെ മിഡ് പോയിൻറ്റ് π/2 ആണ്. അപ്പോൾ 0πന്ന് π/2 കളഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സീക്ക് ഇൻവേഴ്സ് എക്സിൻ്റെ റേഞ്ച് കിട്ടും. അപ്പോൾ പഠിക്കുന്ന സമയത്ത് കുറച്ചൊരു ട്രിക്ക് ഉപയോഗിച്ച് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലേക്ക് പെട്ടെന്ന് കയറിക്കോളും. ഓക്കെ, ഇനി ഇതിലുപയോഗിക്കുന്ന ഒരു റിസൾട്ട് നമുക്ക് മിക്കവാറും പിന്നെ പ്രോബ്ലം പറ്റിൽ സൈൻ ഇൻവേഴ്സ് എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു നമ്പർ തരും. വെച്ചാൽ ഡൊമൈനിൽ ഏതെങ്കിലും നമ്പർ തരും. അപ്പോൾ അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ട് ഇതിലുള്ള ഏത് ആംഗിൾ വാല്യൂ ആണ് വരിക എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അതിൽ നെഗറ്റീവ് വരുന്ന സമയത്ത് നമുക്ക് പോസിറ്റീവ് ആക്കാൻ ഉപയോഗിക്കുന്ന ട്രിക്കാണ്. ഇപ്പോൾ ഇവിടെ എത്തുമ്പോൾ സമയത്ത് എക്സ് എന്താവും, പോസിറ്റീവ് ആവും. ഇത്രയേ ഉള്ളൂ. സൈൻ ഇൻവേഴ്സ് -x ആണ് റിസൾട്ട്, -sin ഇൻവേഴ്സ് എക്സ് ആണ്. ടാൻ ഇൻവേഴ്സ് -x പറഞ്ഞാൽ -tan ഇൻവേഴ്സ് എക്സ് ആൻഡ് കൊസീക്ക് ഇൻവേഴ്സ് -x പറഞ്ഞാൽ -cosec ഇൻവേഴ്സ് എക്സ്. ഇനി കോസിലേക്ക് വരുന്ന സമയത്ത് ഈ ഗ്രൂപ്പ് ഇങ്ങനെ തന്നെയായിട്ട് പഠിക്കുക. കോസിലേക്ക് വരുമ്പോൾ കോസ് ഇൻവേഴ്സ് -x പറഞ്ഞാൽ π - cos ഇൻവേഴ്സ് എക്സ്. സീക്ക് ഇൻവേഴ്സ് -x പറഞ്ഞാൽ π - sec ഇൻവേഴ്സ് എക്സ് ആൻഡ് കോട്ട് ഇൻവേഴ്സ് -x പറഞ്ഞാൽ π - cot ഇൻവേഴ്സ് എക്സ്. ഇനി 1-2 റിസൾട്ടുകൾ കൂടി വരുന്നുണ്ട്. അത് പ്രോബ്ലം ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിലൂടെ പറയാം. അടുത്ത ഇതിൻ്റെ ഗ്രാഫുകളാണ്. ഇതിൽ ഏതെങ്കിലും ഒരു ഗ്രാഫ് ചോദിച്ചിട്ട് ഏത് ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ്റെ ഗ്രാഫാണ് എന്ന് ചോദിക്കും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ സൈൻ ഇൻവേഴ്സ് എക്സിൻ്റെ ഗ്രാഫിനൊന്ന് മനസ്സിലാക്കി വെക്കുക. അതേപോലെ കോസ് ഇൻവേഴ്സ് എക്സിൻ്റെ ഗ്രാഫിനൊന്ന് മനസ്സിലാക്കി വെക്കുക. കണ്ടാൽ തിരിച്ചറിഞ്ഞാൽ മതി. അതേപോലെ ടാൻ ഇൻവേഴ്സ് എക്സിൻ്റെയും കോട്ട് ഇൻവേഴ്സ് എക്സിൻ്റെ ഗ്രാഫിനെയും തിരിച്ചറിയാം. ആൻഡ് കൊസീക്ക് ഇൻവേഴ്സ് എക്സിൻ്റെയും സീക്ക് ഇൻവേഴ്സ് എക്സിൻ്റെ ഗ്രാഫിനെയും ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക. കാരണം ക്വസ്റ്റ്യൻ പേപ്പറിൽ ഡയറക്റ്റായിട്ട് ഇതേപോലെ ഗ്രാഫ് ചോദിക്കും. എന്നിട്ട് അത് ഏതിൻ്റെ ഗ്രാഫാണെന്നാണ് ചോദ്യമായിട്ട് വരിക. നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കിയോളാം. ഒന്നിതാണ് ഫൈൻഡ് ദ പ്രിൻസിപ്പൽ വാല്യൂ ഓഫ് സൈൻ ഇൻവേഴ്സ് -1/2 ഉണ്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു ഇതിൽ നോർമലി പോസിറ്റീവ് വരികയാണെങ്കിൽ പെട്ടെന്ന് ചെയ്യാൻ പറ്റും. നെഗറ്റീവ് വരികയാണെങ്കിൽ നമ്മൾ നേരത്തെ ബാക്കിൽ ഉപയോഗിച്ച ഫോർമുല യൂസ് ചെയ്തോളാം. അപ്പോൾ സൈൻ ഇൻവേഴ്സ് -1/2. അപ്പോൾ നമ്മൾ ഏതാ ഫോർമുല ഉപയോഗിക്കുക, സൈൻ ഇൻവേഴ്സ് -x. എന്താ സൈൻ ഇൻവേഴ്സ് -x എന്ന് പറഞ്ഞാൽ -sin ഇൻവേഴ്സ് എക്സ്. എക്സിന് പകരം എന്താണ് 1/2. ഇനി നമുക്ക് വേണ്ടത് സൈൻ ഇൻവേഴ്സ് 1/2ൻ്റെ വാല്യൂ കാണണം. അപ്പോൾ ആലോചിക്കേണ്ട ഇത്രയേ ഉള്ളൂ. സൈൻ്റെ ഏത് ആംഗിൾ കൊടുക്കുന്ന സമയത്താണ് 1/2 കിട്ടുക, അതാണ് ഇതിൻ്റെ ആൻസറായിട്ട് വരിക. അപ്പോൾ ആലോചിക്കുക, സൈനിൻ്റെ ഏത് ആംഗിളാണ് 1/2, സൈൻ 30 ഡിഗ്രി. 30 ഡിഗ്രി എന്ന് എത്രയാണ്, π/6 ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ തന്നിരിക്കുന്ന ആൻസർ എന്തായിട്ട് മാറും, π/6 ആവും. അതിൻ്റെ കൂടെ എന്തുണ്ടാവും, നെഗറ്റീവ് ഉണ്ടാവും. സോ സൈൻ ഇൻവേഴ്സ് -1/2 എന്ന് പറഞ്ഞാൽ -π/6 ആണ്. ഇനി രണ്ടാമത്തേത് കോസ് ഇൻവേഴ്സ് cos 7π/6. ഇത് ഒരു റിസൾട്ടിൻ്റെ പാർട്ടാണ്. ആ റിസൾട്ടാണ് കൊടുത്തിരിക്കുന്നത്. സൈൻ ഇൻവേഴ്സ് sin x = x. അപ്പോൾ ഏത് എക്സ് വരുമ്പോഴാണ് വരിക എന്ന് വെച്ചാൽ ഇതാണ് എക്സിൻ്റെ കണ്ടീഷന്. എന്ന് പറഞ്ഞാൽ സൈൻ ഇൻവേഴ്സിൻ്റെ റേഞ്ചാണ്. ക്ലോസ്ഡ് ഇൻ്റർവൽ -π/2 + π/2ൻ്റെ ഇടയ്ക്കാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ പറയുന്ന ആൻസർ എക്സ് എന്ന് എഴുതാം. അതേപോലെ കോസ് ഇൻവേഴ്സ് cos x എന്ന് പറയുമ്പോൾ അതിൻ്റെ റേഞ്ച് പറഞ്ഞാൽ ക്ലോസ്ഡ് ഇൻ്റർവൽ 0π ആണ്. അതിനിടയ്ക്ക് വരുന്ന സമയത്ത് നമുക്ക് എഴുതാം. അതേപോലെ ടാൻ ഇൻവേഴ്സ് tan x. അപ്പോൾ ടാൻ ഇൻവേഴ്സ് tan x എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു സൈൻ ഇൻവേഴ്സിൻ്റെ ഓപ്പൺ ചെയ്യാണ്. അപ്പോൾ ഇതിൽ അതൊരു മാറ്റം വരുത്തിയേക്കാം. അപ്പോൾ ആക്ച്വലി ഓപ്പൺ ഇൻ്റർവൽ -π/2 + π/2ൻ്റെ ഇടയ്ക്കാണ് വരുന്നതെങ്കിൽ എക്സിൻ്റെ വാല്യൂ വരുന്നതെങ്കിൽ നമുക്ക് എന്തായിട്ട് എഴുതാൻ പറ്റും, ഈ എക്സ്
ആ പറയുന്ന എക്സ് എന്ന് വെച്ചാൽ ഇതിൻ്റെ ഇടക്കാണ് എക്സ് ആണെങ്കിൽ ഡയറക്റ്റ് എക്സ് ചെയ്താൽ, അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, ഡയറക്റ്റ് എക്സ് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ഇവിടുത്തെ ഈ ചോദ്യത്തിന് 7π/6 ഇതാണ് നമുക്ക് കോസ് ഇൻവേഴ്സ് ആയതുകൊണ്ട് 7π/6 എന്ന് പറയുന്നത് 0πൻ്റെ ഉള്ളിൽ ഒതുങ്ങുന്ന ഒരു വാല്യൂ അല്ല. അതുകൊണ്ട് പല ആൾക്കാരും ഒറ്റയടിക്ക് ഇതിനെ ഈ റിസൾട്ട് വെച്ചിട്ട് 7π/6 എന്ന് പറഞ്ഞ ആൻസർ എഴുതി വെക്കും. അത് തെറ്റാണ്, എഴുതാൻ കഴിയില്ല. അപ്പം എന്തുകൊണ്ടാണ് ഈ 0πൻ്റെ ഇടയിലല്ല എന്ത് വരുന്നത്, 7π/6 വരും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഈ പറയുന്ന cos 7π/6ന് ഇക്വലൻ്റ് ആയിട്ട് 0πയിൽ ഏത് വാല്യൂ ഉണ്ട് എന്ന് കണ്ടുപിടിക്കുകയാണ്. അപ്പോൾ അവിടെ ട്രിഗണോമെട്രിൻ്റെ റിഡക്ഷൻ ഫോർമുലക്ക് ഉപയോഗിക്കേണ്ടി വരും. അപ്പോൾ ചെയ്ത രീതി നോക്കുക. ഇപ്പോൾ cos 7π/6 ഞാനിപ്പം കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നോക്കിയാൽ അത് എങ്ങനെ റിഡക്ഷൻ ഫോർമുല ഉപയോഗിച്ചിട്ട് നമുക്ക് അറിയുന്ന ഇതിൻ്റെ ഇടയിലുള്ള ഒരു വാല്യൂ ആക്കി ഞാൻ എങ്ങനെ മാറ്റും എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. അപ്പോൾ cos 7π/6 ഇതാണ് നമുക്ക് ചെറുതാക്കാനുള്ളത്. അപ്പം ചെയ്യാൻ പോകുന്നത് ഐഡിയ ഇത്രയേ ഉള്ളൂ. ഡിനോമിനേറ്റർ നമ്പർ നോക്കുക, 6 ആണ്. അപ്പോൾ 7πനെ സ്പ്ലിറ്റ് ചെയ്യാൻ പോവാണ്. 6ൻ്റെ ഹയസ്റ്റ് മൾട്ടിപ്പിൾ ഓഫ് പൈ പ്ലസ് അതിൻ്റെ ബാലൻസ് ബൈ 6 ആയിട്ട്. അപ്പോൾ അടിയിൽ 6 ഉള്ളത് 7πനെ എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാൻ പോകുന്നത്, ഒന്ന് 6ൻ്റെ ഹയസ്റ്റ് മൾട്ടിപ്പിൾ ഓഫ് പൈ. അങ്ങനെ വരുന്ന സമയത്ത് 7π സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ 6π, പിന്നെ ബാക്കി എത്ര കിട്ടേണ്ടത്, 7 കിട്ടാൻ പൈയല്ലേ ബാക്കിയുള്ളൂ. അപ്പോൾ 6π + π/6. അപ്പോൾ ഡിനോമിനേറ്റർ നമ്പർ നോക്കിയിട്ടാണ് ന്യൂമറേറ്റർ നമ്മൾ എന്ത് ചെയ്യുന്നത്, സ്പ്ലിറ്റ് ചെയ്യുന്നത്. ഈ നമ്മൾ ഓരോന്നിനും ഡിവൈഡ് ചെയ്യും. അപ്പോൾ അതേപോലെ ബാക്കിയുള്ളവർക്ക് അതുപോലെ എഴുതി വെക്കുക. കോസ് ഇൻവേഴ്സ് കോസ് സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ 6π/6 + π/6 എന്ന് വരും. വീണ്ടും വിച്ച് ഇസ് ഈക്വൽ ടു കോസ് ഇൻവേഴ്സ് പൈ + π/6 വരും. ഇവിടെയാണ് നമ്മൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ച റിഡക്ഷൻ ഫോർമുലയും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാൻ പോകുന്നത്. നോക്കിയുള്ള കോസ് π + θ എന്ന് പറയുന്നത് π + θ തേർഡ് ക്വാഡ്രൻ്റാണ്. പൈ ആയതുകൊണ്ട് അത് കോസ് തീറ്റയിലേക്ക് വരും. തേർഡ് ക്വാഡ്രൻറ്റിൽ അത് കോസ് നെഗറ്റീവാണ്. അപ്പോൾ നമുക്ക് എന്താ റെഡ്യൂസ് ചെയ്യാം, മൈനസ് കോസ് തീറ്റ. അത് വെച്ച് ചെയ്യുന്ന സമയത്ത് ഈ പറയുന്ന സാധനം കോസ് π + π/6 റെഡ്യൂസ് ചെയ്യുമ്പോൾ മൈനസ് കോസ് π/6 പുറത്താറുണ്ട്, കോസ് ഇൻവേഴ്സ് ഉണ്ട്. ഇനി നമുക്ക് കോസ് ഇൻവേഴ്സിൻ്റെ റിസൾട്ടിലേക്ക് പോകുന്നു. കോസ് ഇൻവേഴ്സ് ഓഫ് മൈനസ് തീറ്റ നെഗറ്റീവ് പോസിറ്റീവ് ആക്കാൻ നമുക്ക് കോസ് ഇൻവേഴ്സ് ഓഫ് മൈനസ് തീറ്റ പൈ മൈനസ് കോസ് ഇൻവേഴ്സ്, ഈ തീറ്റയ്ക്ക് വരെ എന്താണത്, കോസ് π/6. അപ്പോൾ പൈ മൈനസ് കോസ് ഇൻവേഴ്സ് നെഗറ്റീവ് അങ്ങനെ പോയിട്ട് കോസ് π/6 വരും. ഇനി നമുക്ക് റിസൾട്ട് ഉപയോഗിക്കാം. കണ്ടല്ലോ, എക്സ് ഉപയോഗിക്കണമെങ്കിൽ എക്സ് 0πൻ്റെ അടുക്കാണ്. അപ്പോൾ π/6 എന്ന് പറയുന്നത് 0πൻ്റെ അടുക്കാണ്. അങ്ങനെയാണെങ്കിൽ കോസ് π/6 എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, π/6 എന്ന് എഴുതാം. അപ്പോൾ പൈ മൈനസ് π/6 വരും. അപ്പോൾ ആൻസർ എന്ത് കിട്ടും, നമുക്ക് 5π/6 എന്ന് കിട്ടും. അപ്പോൾ ഈ രീതിയിലേക്ക് വേണം അതിനെ